ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൂപ്പർ റീൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള പുതിയ സ്റ്റോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മളെ യാർഡിൽ നിന്നാണ് കേട്ടോ. ഒരു പ്രത്യേകത, കുറേ ആയിട്ട് നമ്മൾ യാർഡിൽ നിന്ന് വീഡിയോ ചെയ്യില്ല, പുറത്തുനിന്നാണ് നമ്മൾ ചെയ്യൽ. ഇന്ന് നമ്മൾ യാർഡിൽ നിന്നാണ് ചെയ്യണത്. ഇനി നമ്മളടുത്ത് ഒരു 3-4 ബഡാദോസും അതേമാതിരി നമ്മളെ യാർഡത്തെ കുറേ സ്റ്റോക്കുകളൊക്കെ നമ്മൾ കാണിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക, ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ നമ്മളെ ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത്, നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മൊറയൂർ വാലഞ്ചേരിയാണ് കേട്ടോ. നമ്മളെ ഷോപ്പ് കൂടുതൽ ആൾക്കാരും സൂപ്പർ വീൽസ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് നമ്മളെ ഷോപ്പ്. ബെസ്റ്റ് യൂസ്ഡ് വെഹിക്കിളാണ് നമ്മളെ ഷോപ്പിൻ്റെ പേര്. നമ്മളെ ചാനലിൻ്റെ പേരാണ് സൂപ്പർ വീൽസ് കേട്ടോ. അപ്പം ഈ ഷോപ്പിൽ കൊണ്ട് പോന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇതിൽ കാണിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ബഡാദോസുകളും ഇതൊക്കെ i4 AC പവർ സ്റ്റാരിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽക്ക് പോകണതിൻ്റെ മുന്നായിട്ട് അപ്പോൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് നമ്മളെ വീഡിയോ തന്നെ ഉള്ളത്. അത് നമ്മളെ വാട്സപ്പ് നമ്പറാണ്. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് ചിലപ്പോൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഫോൺ എടുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, ഇവിടെ പാർട്ടിക്കാരുണ്ടാകുമ്പോൾ എടുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്മളെ എപ്പോഴെങ്കിലും നോക്കുമ്പോൾ നമ്മളതിൽ ഡീറ്റെയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ലൊക്കേഷനാണ്. ലൊക്കേഷൻ നമ്മളെ വാട്സപ്പിൽ പ്രൊഫൈലിൻ്റെ അടിയിൽ തന്നെ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ എടുത്തിട്ട് അതിൽ വന്നാലും മതി നമ്മളെ ഷോപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള 2023 മോഡൽ ബഡാദോസ് ആണ് കേട്ടോ. ഇത് i4 LX ആണ്. AC പവർ സ്റ്റിയറിംഗ് വന്നിട്ടുള്ള വണ്ടിയാണ്. നല്ല കിടില വണ്ടി കേട്ടോ. 24,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. റീപെയിൻറ്റ് കാര്യങ്ങളൊന്നും വന്നില്ല. ഫസ്റ്റ് ഇറങ്ങിയ അന്ന് മുതലുള്ള യെല്ലോ കളറും അതേമാതിരി ഈ പെയിൻ്റ് ഒന്നും നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല. ബോഡി വർക്ക് മൊത്തം ഇപ്പോൾ നമ്മൾ എടുത്തു. കേരിയർ അതേമാതിരി ബാക്ക് ബോഡി ഒക്കെ നമ്മൾ വർക്ക് മൊത്തം എടുത്തതാണ്. ടയറൊക്കെ ഫുൾ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. കമ്പനി ടയർ അതേമാതിരി തന്നെ ഉണ്ട്. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള, പക്ഷേ അത് വെയിറ്റ് എടുക്കാതെ ഓടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ടയറൊക്കെ ഫുള്ള് അങ്ങനെ തന്നെ ഉണ്ട്. സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെയാണ്. സ്റ്റെപ്പിന് താഴത്തേക്ക് ഇറക്കിയിട്ടില്ല. അത്രയും ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇത് പേപ്പർ വരുന്നത് ഇതിൻ്റെ ഇൻഷുറൻസും ടാക്സും ഫിറ്റ്നസ്സും വരുന്നത് 2025 മാർച്ചിലാണ്. 2025 മാർച്ചിൽ. അതേമാതിരി ഇൻഷുറൻസ് നമുക്ക് ഡിസംബർ വരെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ഏകദേശം ഒരു 8 ലക്ഷം റുപ്യ IDV ഉള്ള ഇൻഷുറൻസ് ആണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 880 ആണ്. 2023 AC പവർ സ്റ്റിയറിംഗ് i4 ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആണ് കേട്ടോ. നല്ല ക്ലീനാണ്. കാരണം ആ ചെറിയ കിലോമീറ്റർ ഓടിയത് അങ്ങനെ തന്നെ അതിന്മേൽ കാണുന്നുണ്ട്. നല്ല ക്ലീൻ വണ്ടിയാണ്. AC ഒക്കെ ഫുള്ള് വർക്കിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. 880 ആണ് ഇതിന് ചോദിക്കണത്. നമുക്ക് ഇത് കമ്മിയാക്കിയിട്ട് കൊടുക്കുക. ആസ്കിംഗ് പ്രൈസ് ആണ് കേട്ടോ. അത് കിലോമീറ്റർ 24,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഫിനാൻസ് നമുക്ക് മാക്സിമം കയറ്റി കൊടുക്കാം. മാക്സിമം നമുക്കൊരു 8 റുപ്യ 8.5 വരെ സിവിലൊന്നും പ്രശ്നമില്ലാത്തവർക്ക് നമുക്ക് മാക്സിമം നമുക്ക് 8.5 വരെ നമുക്ക് കയറ്റി കൊടുക്കാം. പിന്നെ അടുത്ത വണ്ടിയാണ് 2019 മോഡൽ ഡീസൽ സൂപ്പർ കാരിയാണ് കേട്ടോ. 2019 മോഡൽ ഡീസൽ സൂപ്പർ കാരി. അലൂമിനിയം കൂടാണ് കേട്ടോ ഈ വണ്ടി. ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത് 2026 ഏപ്രിലും അതേമാതിരി ടാക്സ് വരുന്നത് 2025 മാർച്ചിൽ. അതേമാതിരി ഇൻഷുറൻസ് വരുന്നത് 2025 ഏപ്രിലാണ്. അങ്ങനെ പേപ്പറുകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. അലൂമിനിയം കൂടാണ്. അലൂമിനിയം കൂട് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേമാതിരി ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അതും അതേമാതിരിയാണ് കേട്ടോ. പരിക്ക് കാര്യങ്ങളൊന്നും വന്നില്ല. 50,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല കിടില വണ്ടിയാണ് സൂപ്പർ കാരി. ഡീസലാണ് കേട്ടോ. CNG ഒന്നുമല്ല, ഡീസലാണ്. അതേമാതിരി ടയറൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീസോൾവ് ചെയ്താണെങ്കിലും 2 റീസോൾവ് ചെയ്തതും അതേമാതിരി 2 ഫസ്റ്റ് കേസ് ടയറുമാണ് കേട്ടോ ഉള്ളത്. നല്ലൊരു കിടില വണ്ടിയാണ്. ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 410 ആണ്. നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. നെഗോഷ്യബിൾ റേറ്റ് ആണ് എപ്പോഴും നമ്മൾ പറയൽ. ഒറ്റയടിക്ക് നമ്മൾ അറുത്ത് മുറിച്ചാണ്ട് ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പിന്നെയും ഇവിടെ വരുമ്പോൾ അതിലും കുറച്ച് കൊടുക്കേണ്ടി വരും. അതാണ് കേട്ടോ. പിന്നെ അടുത്ത വണ്ടി ഇത് 2021 മോഡലാണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ് i4 ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേപ്പറൊക്കെ ഫുള്ള് എടുത്ത് കൊടുക്കാനുള്ളതാണ്. സൈഡ് ഓപ്പൺ ബോഡിയാണ് കേട്ടോ. സൈഡ് ഓപ്പൺ ബോഡിയിൽ നമുക്ക് ഫുള്ള് പേപ്പർ, ഇൻഷുറൻസ്, ബ്രേക്ക്, ടാക്സ് എല്ലാം നമുക്ക് പുതിയത് എടുത്ത് കൊടുക്കാം. 1 കൊല്ലത്തെ ഇൻഷുറൻസും അതേമാതിരി 2 കൊല്ലത്തെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ. അതേമാതിരി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത് നല്ല ക്ലീനാണ് കേട്ടോ. നല്ല ക്ലിയറിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. അതേമാതിരി വില നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെത് 740 കേട്ടോ.
എന്തെങ്കിലുമൊക്കെ ചെറിയതായിട്ട് നമുക്ക് കമ്മിയാക്കി കൊടുക്കാം. 40 ഇതിന് ആവശ്യപ്പെടുന്നത്. 21 മോഡൽ AC പവർ സ്റ്റിയറിംഗ് ഫുൾ പേപ്പറിൽ കേട്ടോ. പിന്നെ വരുന്നത് 2021 തന്നെയാണ്. ഇത് 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഫിറ്റ്നസ്സും അതേമാതിരി ഇൻഷുറൻസൊക്കെ വരുന്നത് 7 മാസം 6 മാസമായിട്ടാണ്. ടാക്സ് ഇപ്പോൾ നിലവിൽ തെറ്റി കിടക്കണം. ഇത് നമുക്ക് എടുത്തു കൊടുക്കുക. ടാക്സ് പേപ്പർ തെറ്റിയതൊക്കെ നമ്മൾ എടുത്തു കൊടുക്കും. ഇതും സൈഡ് ഓപ്പൺ വണ്ടിയാണ് കേട്ടോ. സൈഡ് ഓപ്പൺ വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ ഇതും നല്ല i4 AC പവർ ഷെയറിങ് വണ്ടിയാണ് കേട്ടോ. i4 LX ആണ് AC പവർ ഷെയറിങ്. നല്ല ഇൻറ്റീരിയറൊക്കെ നല്ല ക്ലിയറിലാണ് എല്ലാ വണ്ടിയും ഉള്ളത്. അതേമാതിരി ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മുന്നിലെ 2 ടയർ ഫസ്റ്റ് കേസ് ടയറും ബാക്കിലെ ടയർ നമ്മൾ എടുത്തപ്പോൾ കമ്മിയാണ്. അത് നമ്മൾ റീസോൾ ചെയ്താണ്ട് കയറ്റിയിട്ടതാണ് 2 ടയറും. കമ്പനി ടയറാണ് കേട്ടോ. 36,000 കിലോമീറ്റർ ഓട്ടം. ഇൻഷൂറും ബ്രേക്കും ഏകദേശം ഒരു 7 മാസം 6 മാസം ആയിട്ടാണ് ടാക്സ് തെറ്റിയത്. ഇതും വില നമുക്ക് സെയിം ആണ്. ഏകദേശം ഒരു 7 ലക്ഷം റുപ്യാണ് നമ്മൾ ചോദിക്കണേ. ഇത് നമുക്ക് കമ്മിയാക്കിയിട്ട് കൊടുക്കാം. പിന്നെ വരുന്നത് ഇത് 2022 മോഡലാണ്. പിന്നെ പറയാൻ മറന്നു, എല്ലാത്തിനും നമുക്ക് ലോണും ചെയ്ത് കൊടുക്കട്ടെ. ഈ ബഡാ ദോസ്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ലോണ് കയറുന്ന വണ്ടികളാണ്. ഫിനാൻസ് കമ്പനിയിൽ, പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ മാക്സിമം ലോണ് കയറും. ഏകദേശം ഒരു 7 ലക്ഷം റുപ്യുള്ള വണ്ടിക്ക് ഒരു 6.25 വരെ നമുക്ക് ഇതിമേ മാക്സിമം കയറ്റി കൊടുക്കട്ടോ. അതേമാതിരി ഇത് 2022 മോഡലാണ്. ഇതും i4 AC പവർ ഷെയറിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. അതേമാതിരി AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. AC ഉള്ള എല്ലാ വണ്ടി AC വർക്കിംഗ് ആട്ടോ. AC വർക്കിംഗ് ഇല്ലാത്തൊരു വണ്ടി ഇല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും തണുപ്പോ കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തിട്ട് നമ്മൾ വണ്ടി കൊടുക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കേരിയർ അതേമാതിരി ഷീറ്റ് വെയിലൊക്കെ നമ്മൾ അടിച്ചിട്ടുള്ളതാണ്. അതേമാതിരി ഇതിൻ്റെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കത്തെ 2 ടയറും റീസോൾ ചെയ്ത പാർട്ടിനെ ഇട്ടിട്ടുള്ള ടയറാണ്. അതേമാതിരി ഫ്രണ്ടിൽ 2 ടയറും ഫസ്റ്റ് കേസ് കമ്പനി ടയറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഫുള്ള് പേപ്പർ എടുത്ത് കൊടുക്കാനുള്ള ഇൻഷുറൻസ്, ബ്രേക്ക്, ഫിറ്റ്നസ് എല്ലാം നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഒക്കെ നമ്മൾ പുതിയ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ 8.25 നമ്മൾ ചോദിക്കണേ. അതിൽ നമ്മൾ കമ്മിയാക്കിയിട്ട് കൊടുക്കും. 2022 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒറ്റ വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല കിടിലൻ വണ്ടികളാണ്. പിന്നെ അടുത്ത വണ്ടിയാണ് നമ്മുടെ അടുത്തുള്ള 2018 മോഡലാണ് കേട്ടോ. ദോസ്ത് കൂടാണ്. ദോസ്ത് പ്ലസ് കൂട്. ഇതിൻ്റെ ബോഡി ഒന്ന് നോക്കുകയാണെങ്കിൽ ഒക്കെ ഫുള്ള് ക്ലിയർ ആണ് കേട്ടോ. അതേമാതിരി ടയറൊക്കെ നോക്കുകയാണെങ്കിലും ടയറും നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ടയർ തന്നെയാണ്. പിന്നെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ലാത്ത ഇത് കാര്യങ്ങളൊക്കെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 5,25,000 റുപ്യാണ്. അതിൽ നമുക്ക് നെഗോഷ്യബിൾ ചെയ്താണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാം. 18 മോഡൽ. ഇതിൻ്റെ ഫിറ്റ്നസ് പുതിയത് എടുത്തു കൊടുക്കാനുള്ളതാണ്. അതേമാതിരി ഇൻഷുറൻസ് 2025 6 മാസം വരെയൊക്കെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത വണ്ടിയാണ് 2016 മോഡൽ AC പവർ ഷെയറിംഗ് വന്നിട്ടുള്ള സ്ട്രോങ് ആണ് കേട്ടോ. AC പവർ ഷെയറിംഗ് കൂടെ തന്നെയാണ് സ്ട്രോങ്. ഇപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. AC ഒക്കെ നല്ല വർക്കിംഗ് തന്നെയാണ്. അതേമാതിരി ടയർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ 2 ടയറും പുതിയത് നമുക്ക് എടുത്ത് കൊടുക്കാനുണ്ട്. അത് നമുക്ക് തീർന്നിട്ടുണ്ട്. അതേമാതിരി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ ACൻ്റെ നോവ് കാര്യങ്ങളൊക്കെ മാറ്റാണ്ട് ഇപ്പോൾ പെയിൻറ്റിങ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ കയറ്റി ഇട്ട വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 4,60 നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് കമ്മിയാക്കിയിട്ട് കൊടുക്കട്ടോ. പിന്നെ അടുത്ത വണ്ടിയാണ് നമ്മൾ വീഡിയോയിൽ ഇതിൻ്റെ മുന്നേ ഇട്ട വണ്ടിയാണ്. 2017 മോഡൽ ടാക്സി 5 സീറ്റ് വണ്ടിയാണ് കേട്ടോ. ഇതിന് മുന്നേ ഇട്ടുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് പറയണില്ല. പേപ്പറൊക്കെ ഒരു കൊല്ലത്തെ സമയമുണ്ട്. ഇതിൻ്റെ വില നമ്മൾ ചോദിക്കുന്നത് 4,35. പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട വണ്ടിയാണ് കേട്ടോ. 2021 മോഡൽ ഡിസംബർ വണ്ടി ജീറ്റോ പ്ലസ്. ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്താണ്. 2021 ഡിസംബറാണ്. പക്ഷേ 44,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. നല്ല ക്ലീൻ വണ്ടിയാണ്. ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 4 റുപ്യാണ്. നമുക്കൊരു 3,90 നമുക്ക് ലാസ്റ്റ് ഈ വണ്ടി കൊടുക്കാം. പിന്നെ അവിടെ 2018 ജീട്ടോ L6 16 ഉണ്ട്. അത് ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ഇട്ട വണ്ടിയാണ്. ഇത് നമുക്കൊരു 2,35 പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കണം. 2,35 30 മാക്സിമം നമുക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. പിന്നെ ഇത് 2018 മോഡൽ X7 16 കേട്ടോ. പെയിൻറ്റിങ് ചെറിയ കമ്മിയുണ്ട്. ഇത് നമുക്ക് പേപ്പറൊക്കെ ഏകദേശം ഒരു ഈ കൊല്ലം ലാസ്റ്റ് വരെയൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു
240 കൊടുക്കുക ഈ 18 മോഡൽ. പിന്നെ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ഇട്ട മെഗാ എക്സലാണ് 2018 മോഡൽ പവർ ഷെയറിങ് മാത്രമുള്ള വണ്ടി. പേപ്പറൊക്കെ നമുക്ക് ഫുള്ള് പുതിയ എടുത്ത് കൊടുക്കുക. 280 2.45 നമുക്ക് ഈ വണ്ടി കൊടുക്കട്ടോ. പിന്നെ നമ്മുടെ അടുത്തൊരു നിസാന് വന്ന് ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ് കഴിഞ്ഞ് നമ്മൾ കയറ്റിയിട്ട വണ്ടിയാണ്. നല്ല ബോഡി വർക്കൊക്കെ നല്ല സെറ്റാണ് കേട്ടോ. 2013 മോഡലാണ്. സൈഡ് ഓപ്പൺ വണ്ടി, 4 വീല് വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്കൊരു പേപ്പർ ഫുള്ള് എടുക്കാനുള്ള ഇൻഷൂർ, ബ്രേക്ക്, ടാക്സ് എല്ലാം നമുക്ക് പുതിയ എടുക്കാനുള്ളതാണ്. ഈ വണ്ടി നമുക്ക് പേപ്പറൊക്കെ എടുത്തിട്ട് ഒരു 365 നമുക്ക് കൊടുക്കുക ഈ വണ്ടി. പിന്നെ അതേമാതിരി ഈ വണ്ടി 2017 AC പവർ സ്റ്റിയറിംഗ് 5 സീറ്റ് വണ്ടിയാണ്. ഇത് നമുക്കൊരു 435 നമ്മൾ ചോദിക്കണേ. ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടത്. പിന്നെ ഈ വണ്ടി 14 മോഡൽ VXi ആണ് കേട്ടോ. ഇത് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2014 മോഡൽ VXi സിംഗിൾ ഓണർ വണ്ടി. 56,000-57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ കിലോമീറ്റർ കാണിച്ചു കൊടുക്കാം. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ. നല്ല ക്ലീൻ വണ്ടി, സീറ്റ് കവർ എല്ലാ ഭാഗവും. വണ്ടി ഓടിക്കാൻ തന്നെ നല്ല പുതിയ വണ്ടി ഓടിക്കണൊരു സുഖമാണ് കേട്ടോ. ഈ വണ്ടി ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്തോളി. നല്ല കിടിലം വണ്ടിയാണ്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് 2021 മോഡൽ V30 ആണ്. ഇൻട്രാ V30 AC പവർ സ്റ്റിയറിംഗ് വണ്ടി കേട്ടോ. ഈ വണ്ടി നമ്മൾ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ലെവലാക്കിയിട്ടുള്ളതാണ്. ബാക്കിലെ ബോഡി നല്ല കിടിലം വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഒക്കെ ഫുള്ള് വർക്കിംഗ് ആണ് കേട്ടോ. AC ഉള്ള വണ്ടിയാണ്. AC ഒക്കെ ഫുള്ള് വർക്കിംഗ് ആണ്. നല്ല ഒരു 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൊരു വണ്ടിയാണ് ഇൻട്രാ V30. ബോഡി വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ ഒക്കെ കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നമ്മൾ നമ്മളെ രീതിയിൽ ലെവലാക്കിയിട്ടുണ്ട്. അതേമാതിരി കേരിയർ കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 635 നമുക്ക് എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കാത്തൊരു വണ്ടി കൂടി ഉണ്ട്. 13 മോഡൽ മാക്സിമോ. അതേമാതിരി ബാക്കിൽ ഒരു 16 മോഡൽ സുപ്രോ കൂട്, 18 മോഡൽ സുപ്രോ കൂട്. അവിടെ ബാക്കിൽ 2015 മോഡൽ ദോസ് കൂടെ നമ്മളെ കാണിക്കാത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതന്നെ ലെങ്ത്ത് കൂടും വിചാരിച്ചുകൊണ്ടാണ് അയിമക്കൊന്നും പോകാൻ. കൂടുതൽ ആൾക്കാർക്കും വലിച്ചു നീട്ടി പറയുകയാണ് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതൊക്കെ ഏകദേശം എല്ലാ ഭാഗവും ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ ഭാഗവും കാണിച്ചില്ല. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗവും കാണിക്കുമ്പോൾ ആൾക്കാർക്ക് അതാണ് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനലൊന്ന് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക, ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മൊറയൂർ വാലഞ്ചേരിയാണ്. നമ്മളെ ഷോപ്പ് ഇതാണ്. ഇതിലേക്ക് വന്നാൽ മതി. സൂപ്പർ വീൽസ് ആരും തിരഞ്ഞെടുക്കേണ്ട. അത് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാത്രമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ല നല്ല വണ്ടികൾ ഇനിയും നമുക്ക് പെയിൻറ്റ് ഷോപ്പിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇറങ്ങാണ്ട്. അപ്പോൾ നമുക്ക് ആ വണ്ടിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.